എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Pentacles, Eight of Cups, Two of Wands, Seven of Pentacles, Temperance, Knight of Cups എനർജിയാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവെ സമൃദ്ധമായിട്ടുള്ള സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉന്നമനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. വളരെയധികം എനർജറ്റിക് ആയിട്ട് പൊതുവിൽ നിങ്ങൾ കുറച്ച് അടുത്തിടയ്ക്കായിട്ട് ക്ഷീണിതരായിട്ട് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കുറച്ച് ലേസിയാണ്, അലസമായിട്ടുള്ളൊരു രീതിയിൽ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ വളരെ ആക്റ്റീവായിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. മാത്രമല്ല നിങ്ങൾ വളരെ ഉത്സാഹഭരിതരായിരിക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരിലേക്കും ആ ഒരു ഉത്സാഹം പകർന്നു നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാളുകളും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുക, അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ളൊരു സൂചനയും ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഒത്തിരി ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ക്യൂരിയസ് ആയിരിക്കും വളരെ, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ആരാണ്, എന്തിനാണ് ജീവിതം, എങ്ങനെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാകും. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. യാത്രകളുണ്ട്. യാത്രകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇത്. പൊതുവിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മോണിമെന്റ്സ്, ഇപ്പോൾ ഏതെങ്കിലും പാലസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ബിൽഡിങ്സ്, അതുപോലുള്ള കാര്യങ്ങൾ, മോണിമെന്റ്സ് ഒക്കെയാണ് കാണാൻ പോകുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പിരിച്വലി ഒത്തിരി ആത്മീയതയിലേക്ക് കൂടുതൽ ഒരു ചായ്വ് ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മിതമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകും. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് അർബൻ ലൈഫിന് എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് റൂറൽ ലൈഫിനനുസരിച്ച്, അതായത് എല്ലാ തരത്തിലും ഗ്രാമങ്ങളും അതേപോലെ പട്ടണങ്ങളും ഒരുപോലെ ആസ്വദിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്, എല്ലാ ഭാഗങ്ങളും എല്ലാ വശങ്ങളും നിങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. കുടുംബാന്തരീക്ഷത്തിൽ പൊതുവെ വളരെ സന്തോഷം നിറഞ്ഞൊരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങൾ വിട്ടുകളയുന്നത് എന്ന് പറയുന്നത്. നിങ്ങളുടെ മടി, നിങ്ങളുടെ അലസത, നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ്. കാരണം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ പോലും പോസിറ്റീവായിട്ട് കാണുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ട്, പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതിൻ്റെ കോൺസ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ്സ് കാര്യങ്ങൾ മാത്രം നോക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പോസിറ്റിവിറ്റി, അതായത് എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവ്സും ഉണ്ടാകും. നെഗറ്റീവ് കാര്യങ്ങളുടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് വശങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവാം. ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നടന്നെങ്കിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇതിവിടെ തരുന്നത്. 2 ഓഫ് വൺസ് എനർജിയാണ്. ജീവിതം ആസ്വദിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. ആസ്വാദനം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. കുറച്ച് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന എന്തോന്ന് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടായേക്കാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആഗ്രഹിച്ച കാര്യമായിരിക്കില്ല മറ്റൊരാൾ. ഇത് നക്ഷത്രപ്രകാരമുള്ള ഒരു റീഡിംഗ് ആണ്, അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു മാസം പ്ലാനിങ്ങിന് പറ്റിയ സമയമാണ്. നിങ്ങൾ നേരത്തെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലവത്താകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക്. അവസരങ്ങൾ മുന്നിലുള്ളത് നിങ്ങൾക്ക് കാണാൻ, നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി അവസരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യാത്രകൾക്ക് ഉള്ള അവസരം നേരത്തെ പറഞ്ഞു. അത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു യാത്രയും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു യാത്രയും കൂടിയിട്ട് ആവാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 7 ഓഫ് പെന്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മനസ്സിന്റെ അടിത്തട്ടിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഇത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ ഒക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ആവാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാനായിരിക്കും. പക്ഷെ പാരന്റ്സിന്റെ നിർബന്ധം മൂലം ചെയ്യുന്ന കാര്യമാവാം. അതേസമയം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം മറ്റൊന്നാണ്. ഇത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. അതേപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് തരുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒന്ന്, ഇപ്പോ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ധൃതി കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും വിട്ട്, അതായത് നമ്മളുടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ധൃതിയിൽ നമ്മുടെ വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതൊക്കെ വിട്ടുപോവാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളത്. യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് ലക്ഷ്യം പ്രാപ്തമാക്കുക എന്നുള്ളതല്ലാതെ ഒന്ന് സ്ലോ ചെയ്താൽ അതിന് ചുറ്റുമുള്ള കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം, ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടെമ്പറൻസ് എനർജിയാണ്. മൊത്തത്തിൽ ലൈഫിൽ ഒരു ബാലൻസ് ആണ്. കാരണം കുടുംബജീവിതമായാലും യാത്രകള്, അതായത് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള നിലയും വിലയും, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കരിയറായി, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ബാലൻസ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾക്ക് ജോലിയിലൊക്കെ നല്ല സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ അത്രയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എന്നാൽ കുടുംബത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിപ്പോൾ കുടുംബവും ജോലിയും രണ്ടും ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ബാലൻസ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ലൈഫിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയ സാക്ഷാത്കാരവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു എനർജി, അതായത് കപ്പ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും പ്രണയ സാക്ഷാത്കാരവും കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു റൊമാൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതാവാം. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ല. ചില ആളുകളെ സംബന്ധിച്ച് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ
കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു പ്രണയം എന്ന് പറഞ്ഞത് എന്തിനോടാണ് എന്നുള്ളത്. നിങ്ങളുടെ പ്രണയം ചിലപ്പോൾ കലയോടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള കാര്യവുമാവാം നിങ്ങളുടെ സംബന്ധിച്ച് ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് നമുക്കിവിടെ നോക്കാം. നിങ്ങൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഉണ്ണിക്കണ്ണനെയാണ് ആരാധിക്കേണ്ടത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് വ്യാഴം ആ ഒരു ദിവസത്തിന് നിങ്ങൾക്ക് പ്രത്യേകതകളുള്ളതാണ്. അപ്പൊ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ പോവുക, കൃഷ്ണക്ഷേത്രം സന്ദർശിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നവഗ്രഹ സ്തോത്രത്തിൽ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഭാഗം നിങ്ങൾ പ്രത്യേകം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. വ്യാഴത്തിന്റെ അനുഗ്രഹം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞ ജൂപ്പിറ്റർ സൺ കൺജങ്ഷൻ ഉണ്ടായിരുന്ന സമയം, അത് വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം നമ്മൾ പറയുന്ന ആ ഒരു സമയത്തിലൂടെ ആ സമയം കഴിഞ്ഞു പോയി. ഇനി മുന്നോട്ടേക്ക് വരുന്ന ഒരു വർഷക്കാലം അതിന്റെ പോസിറ്റീവ് എനർജീസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ദേവാനാം ഋഷീനാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഗുരുവിൻ്റെതായിട്ടുള്ള ഒരു ബൃഹസ്പതി ജൂപ്പിറ്ററിന്റെ എനർജി ഉണ്ട്. ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു സ്തോത്രം, നവഗ്രഹ സ്തോത്രത്തിന്റെ ആ ഒരു ഭാഗം നിങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കൊണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.